ரஹ்மத்துல் ஆலமீன் லோகத்துக்கு காரணம் நீட்டிக்கிற ரசூல் ஸல்லல்லாஹு அலைஹி வஸல்லம் சொல்றதுக்கு ഇതിനാണ്ടി വലിയ ഉദാഹരണം വേറെ എന്തുണ്ട്? സുബ്ഹാനല്ലാഹ്. ഇതേ മക്കത്തെ ആൾമാർ 3 വർഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തും സഹാബികളും ഷാബബി തോലിബ് ഗുഡ്ഡൽ വെച്ചിട്ട് ഫുഡില്ലാണ്ട് കഷ്ടപ്പെട്ടാട്ടിയതും പാവത്തെ ആ ഒരു എന്തിനെ മക്കല്ല ബുൽപുട്ടുകൊണ്ടിരുന്നത് അങ്ക് കാതുക്ക് കേട്ടിട്ടും അത് കേട്ടിട്ട് ചിരിച്ചു ഇന്നേ മക്ക മുശ്രിക്കുമാർ അല്ലേ? അതിന്റെ കാരണത്തിലേക്ക് ഖദീജ റളിയല്ലാഹു അൻഹും അതേപോലെ അബൂ ത്വാലിബ് മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്റെ ആശ്രയായി തിന്നങ്ങ ആ എല്ലാ കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എದುರು ನಿಂತು മാത്രല്ല മക്കത്തിൽ ജീവിക്കുക വേണ്ടി അങ്ങ മക്ക വിട്ടു പറഞ്ഞിട്ട് ಬಂತು. ഇത്രല്ല ഉപദ്ര ആക്കിയിട്ടും ഇനി തീർത്തില്ല. അങ്ങനെ അടിക്കുകയും എത്ര യുദ്ധ ആക്കിയാർ. ഇതെന്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കാണ്ടെ മക്കത്തെ ആൾമാർ കഷ്ടപ്പെടുന്ന ഉള്ളാറ് ഫുഡില്ലാണ്ടെ കഷ്ടപ്പെടുന്ന ഉള്ളാറുണ്ട് കേട്ടപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമാമരോട് ചൊല്ലും ഫുഡ് കറത്ത്. സുബ്ഹാനല്ലാഹ്. ഇതിനെ വലിയ ഉദാഹരണം വേറെ എന്തുണ്ട്? السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الكريم وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب زدني علما. തിരുസത്തോ സത്യവിശ്വാസിമാരെ വിശ്വാസിനിമാരെ ലോകത്തെ നിയന്ത്രിച്ചുള്ളതായോ റബ്ബ് സുബ്ഹാനഹു വതആല ഉറപ്പേടിച്ച് ജീവിക്കുന്നു ചുന്തു സ്വന്തത്തെ മറക്കാണ്ടെ ഇവിടെ കൂടിയിട്ടുള്ളേ നിങ്ങൾക്ക് ഓരോരുത്തരോട്ടും വസിയത്താക്കര ഉപദേശിക്കര റബ്ബ് സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള പേടിച്ച് ജീവിക്കുന്ന മുത്തഖിമാരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരും ആക്കി തീർക്കുക. മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമറോ ജീവന ചരിത്രം വിശദീകരിക്കുന്നതായോ 68ാമത്തെ ക്ലാസ്സിലെത്തിക്കർ ഞങ്ങളുടെ കൂടെ ഒട്ടികയറും. കഴിഞ്ഞ ക്ലാസ്സിൽ ഹിജ്റ 5ാമത്തെ വർഷത്തിൽ നടന്നതായോ ഖന്ദഖ് യുദ്ധവുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ട് അതിൽ പിന്നെ ബനു ഖുറൈള ഒട്ടിಗೆ അങ്ങാക്കിയതായ ചതികും അങ്ങാക്കിയതായ വഞ്ചനകും അങ്ക് തക്കതായ പനിഷ്മെന്റ് മുസ്ലിമീങ്ങ കൊടുത്തതും അങ്ങനെ കൂട്ടത്തെ ആൾമാരെ കുറെ ആൾമാരെ കൊന്നതും കുറെ ആൾമാരെ റായത്തെ പറത്തിട്ടതുമായ കുറെ വിഷയത്തിക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി വെച്ചു. അങ്ങനെ ഹിജ്റ 6ാമത്തെ വർഷത്തിൽ പിന്നെ നടക്കുന്നതായ വലിയ സംഭവ അത് ഹുദൈബിയ സന്ധി എത്തിക്കുക. നബിയും സഹാബിരങ്ങ ഉംറത്ത് കയറ്റി പോകേണ്ട ടൈമിലും മക്ക മുശ്രിക്കുമാർ ಬಂತು ഹുദൈബിയ ചൊല്ലെ ജാഗിൽ തടയര സംഭവം ഇട്ടിക്കറ് പിന്നെ വലിയ ഒരു സംഭവം ഇട്ട് നമുക്ക് കാണും. അപ്പൊ ಅದರ ಎಡೆಲು ಕೊರಿಯ ಸಂಭವ ಎಲ್ಲ നടക്കുക. അതായിട്ട് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഫോക്കസ് ആക്കുക ഉദ്ദേശിക്കറോ. അതായത് ഹിജ്റ 6ാമത്തെ വർഷത്തെ സ്റ്റാർട്ടിങ്ങിൽ ഗസ്വത്തു ദീ ഖർദ് ചൊല്ലെ ഒരു സംഭവം നടന്നത്. ഗസ്വത്തു ദീ ഖർദ് അതിന്റെ വിഷയ ബനു അബ്ദുല്ലാഹിബ്നു ഗത്ഫാൻ ഗോത്രത്തെ ഒരാൾ ബനു അബ്ദുല്ലാഹിബ്നു ഗത്ഫാൻ ചൊല്ലെ ഗോത്രത്തെ ഒരാൾ മദീനത്തുക്ക് ಬಂದು മദീനത്തുക്ക് ಬಂತು അവിടെ കുറെ ഒരു ಗುಂಪು ಒಂಟೆಂತು ಆ ಒಂಟೆರೆ ಕಾತು ಇನ್ನ ಒಂಟೆರೆ ನೋಕಿ ಇನ್ನ ಆಲ್ರೆ ಕೊನ್ನುಟ್ಟು ಆ ಒಂಟೆರೆ ಎಡ್ತುಂಟೆ ಓಣ್ಪೋಂಡ ಆ ಒಂಟೆರೆ ಅವನು ಗಿಟ್ಟ ಒಂಟೆರೆಲ್ಲ ಎಡ್ತುಂಟೆ ಸಲಾಮ್ അപ്പൊ കൊറിയ ഒട്ടര അവൻ കട്ടെടുത്തിട്ട് പോണ്ട സന്ദർഭത്തിൽ സഹാബി സലമത്ത് ഇബ്നുൽ അക്വ റളിയല്ലാഹു അൻഹു ഈ പേര് പ്രത്യേകമായിട്ട് നിങ്ങൾ നെനപ്പ് വെക്കാനായ ഒരു പേര് തിക്റ് സലമത്ത് ഇബ്നുൽ അക്വ. അയാൾ ഇത് നോക്കും ഫസ്റ്റ് അയാൾ ഈ തിക്റ് അത് നോക്കറി ഈ ഒട്ടര ആളെ കൊന്നിട്ട് പോണിങ്ങനെ എടുത്തു പോണ്ടത് ഇത് നോക്കറെ സഹാബി സലമത്ത് ഇബ്നുൽ അക്വ ആയിട്ടിക്ക്. ആ സഹാബി നല്ല ശക്തിയുള്ള ഒരു സഹാബി തിന്ത് നല്ല ശുജാഅത്തുള്ള ധൈര്യശാലിയായ ഒരു സഹാബി തിന്ത് ഈ സഹാബി. അപ്പൊ ഇയാൾ എന്താക്കറ് ജോറ് ബൊബിട്ടുണ്ടേ അയാൾ അങ്ങൊരു 4-5 ആളിന്നാറ് അങ്ങനെ പെറോലി ഇയാൾ ഓടിട്ട് അയാൾക്ക് അവിടെ പോലെ അതിനെ ബച്ചവാക്കുക അയാൾ ട്രൈ ആക്കുക. അയാളുടെ കയ്യിലുള്ള ബില്ല് ബാണത്തെ അടിച്ചിട്ട് അതേപോലെ കല്ലിന്നേരം ആ കല്ലെടുത്തിട്ട് വലിച്ചെറിഞ്ഞിട്ട് അങ്ങനെ എത്രത്തോളം അങ്ങനെ തടയുക സാധ്യതയുണ്ട് അത്രത്തോളം അയാൾ തടഞ്ഞിട്ട് അങ്ങനെ പെറോലി ഓടുമ്പോഴത്തേക്കു കാലി ഓടുക മാത്രമല്ല ബൊബിട്ടിട്ട് ഓಡ್ರಿ ചൊന്നെ ഞങ്ങളെ ಒಂಟೆರೆ ഇന്ന് പിടിച്ചു പോയിട്ടുള്ള ചൊന്തു അയാൾ ബൊബിട് ആ ബൊബ്ബെ അത് മദീനത്തെ ചമ്മ ഭാഗത്തിൽ അതായത് ഒരു സാധാരണ ആൾമാർക്ക് കേൾക്കുന്ന പോലത്തെ ജോറുള്ള ഒരു ബൊബ്ബൈറ്റിന്ത്. അപ്പൊ ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ട് നബി എന്താക്കിയിട്ട് ഒരു കൂട്ട സഹാബിമാരുടെ കൂട്ടിയ ಬಂತು അങ്ങനെ കൂട്ടിയ പണ്ട് ഇത് ആ കൂട്ടിയ പണ്ടയുടെ ആ ജാഗി ಬಂದ എത്രയോടെ കർദ് ചൊല്ലെ ജാഗി ദുൽഖർദ് ചൊല്ലെ ജാഗി ഇട്ടിക്കറങ്ങ ಬಂತೆത്ര. അപ്പൊ ദുൽഖർദറോടെ ಬಂತು നബിയും സഹാബിന അങ്ങനെ പിടിക്കാൻ നോക്കും അങ്ങനെന്താക്കാറങ്ങ ഇന്ന ഒട്ടര സമയത്ത് ബുട്ടിട്ടു അങ്ങനെ കയ്യിൽ ഇന്ന സമയത്ത് അങ്ങ് ബുട്ടിട്ട് അങ്ങ് ഓടിയാറ് അങ്ങ ബച്ചവായ അങ്ങനെ സബുಲು മുസ്ലിമീങ്ങൾക്ക് വലിയ ഒരു നഷ്ടം അതിൽ ಬಂತಿಲ್ಲ.
അപ്പൊ അതൊരു ചെറിയ ഒരു സംഭവം. അത് ഈ ദുൽഹിജ്ജ തിങ്കൾ ഈ ഹിജ്റ വർഷ 6ാമത്തെ വർഷത്തെ സ്റ്റാർട്ടിംഗിൽ എത്തിക്കര് ഇങ്ങനത്തെ ഒരു സംഭവം നടക്കരേ. ಅದಕ್ಕೆ ചരിത്രത്തിൽ ഗസ്വത്തു ദുൽ ഖർദന്റെ എത്തിക്കര് അറിയപ്പെട്ടേ ചൊല്ലത് നാം മനസ്സിലാക്കും. അതേപോലെ ഹിജ്റ 6ാമത്തെ വർഷത്തിൽ പിന്നൊരു സംഭവം നടന്നത് ചൊന്നെങ്കിൽ സുമാമത്ത് ഇബ്നുൽ ഉസാൽ അയാളുടെ ഇസ്ലാം സ്വീകരണ അതേ ടിക്കർ നമുക്ക് പിന്നെ ചരിത്രത്തിൽ കാണും. സുമാമത്ത് ഇബ്നു ഉസാൽ, ഈ സുമാമ ആറ്? സുമാമ യമാമ ചൊല്ല റായത്തെ രാജാവായിട്ടുണ്ട്. സുമാമ യമാമ അതിലെ രാജാവ്. യമാമ ചൊല്ല റായ നജിദിലെ ഒരു ഭാഗത്തുണ്ട്. ഇപ്പൊ നജിദ് ചൊല്ലുമ്പോഴത്തേക്ക് ഇന്നത്തെ കാലത്ത് റിയാദ് ആ ഭാഗത്തിലുള്ള വലിയ ഒരു എന്തൊരു ജാഗിട്ടുണ്ട് നജിദ്. ഹിജാസ് നജിദ് ഇങ്ങനെ ഒരു ഭാഗത്ത് മുന്നോളൂ. അപ്പൊ ഹിജാസ് ചൊല്ലത് മക്ക മദീന എല്ലാം ഉൾക്കൊള്ളുന്നതായ ജാഗ. നജിദ് ചൊല്ലത് വലിയ ഒരു വിശാലമായ ഒരു ജാഗ. അതിൽ ഒരു ഭാഗമായിട്ട് യമാമ. ആ യമാമത്തെ രാജാവായിട്ടാറ് സുമാമ. അപ്പൊ ഈ സുമാമ ഇയാൾ ഹിജ്റ 6ാമത്തെ വർഷത്തിൽ ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചരിത്രം നമുക്ക് ചരിത്ര കിതാബിൽ കാണാൻ സാധ്യവും. അപ്പൊ എന്തൊരു സംഭവം? ഒന്നാമത്തെ നാം മനസ്സിലാക്കൂല, ഇയാൾ ബനു ഹനീഫ ചൊല്ലൊരു ഗോത്രത്തെ ആളായിട്ടിക്കർ. സുമാമ ബനു ഹനീഫ ഗോത്രത്തെ ലീഡർ ആയിട്ടിക്കർ. ഈ ബനു ഹനീഫ ഈ ഗോത്ര നജുദ്രെ നാനിപ്പ ചൊന്ന പോലെ യമാമ ചൊല്ലുടെ ജാഗിലായിട്ടിക്കർ ഉള്ളിൽ. ഈ യമാമനകളൊട്ടിക്ക് ബനി ഹനീഫ ഗോത്രത്തകളൊട്ടിക്ക് മക്കത്തെ മുഷ്രിക്കുമാർക്ക് നല്ലൊരു ബന്ധിണ്ട്. പണ്ട് കാലത്തിലുണ്ടെ നല്ലൊരു ബന്ധിണ്ട്. ആ ബന്ധവെക്കു രണ്ട് കാരണം. മക്ക മുഷ്രിക്കുമാർ ഖുറൈശിമാർ ഈ ബനു ഹനീഫ ഗോത്രത്തകളൊട്ടിക്ക് ഒരു കണക്ഷന് അങ്ങോട്ടിക്ക് ഒരു നല്ലൊരു ബന്ധവെക്കു രണ്ട് കാരണം. ഒന്നാമത്തെ കാരണം എന്താ വെച്ചെങ്കിൽ മക്കത്തിന് പോണ്ടതായ അരിവക ഗോധി ധാന്യ എന്തെല്ലാം ഉണ്ടാ അതെല്ലാം ഈ യമാമ ചൊല്ല ജാഗിൽ നിന്നിട്ടിക്കർ പോണ്ടി. അപ്പൊ വലിയ ഒരു എന്താ സോഴ്സ് അങ്ങളിൽ നിന്ന് ആർക്ക് കിട്ടിയോണ്ടു? ഖുറൈശിമാർക്ക് കിട്ടിയോണ്ടു. അത് മാത്രമല്ല മക്ക മുഷ്രിക്കുമാർ ഖുറൈശിമാർ അങ്ങ് രണ്ട് സഫർ ഉണ്ട്. ഒന്ന് ചളികാലത്തിലുള്ള സഫർ, പിന്നൊന്നു സഖ്യകാലത്തിലുള്ള സഫർ. അപ്പൊ ഈ ഇങ്ങനെ ഷാമുക്ക് പോണ്ടാറ്. അപ്പൊ ഷാമുക്ക് പോണ്ടിയോടെ ഈ യമാമ ചൊല്ല ജാഗത്തിലേക്ക് ഇങ്ങ പോണ്ടി. അപ്പൊ അപ്പൊ ഇങ്ക് എന്താക്കണു? ബനു ഹനീഫ ഗോത്രത്തകളെ നല്ല ചന്തത്തിലെ ഇങ്ക് അങ്ങോട്ട് ഒരു കണക്ഷൻ ബേക്കും. അങ്ങോട്ട് ഇവിടെ അർസായുണ്ടായെങ്കിൽ അങ്ങോട്ട് ഇവിടെ പെണിങ്ങുണ്ടായെങ്കിൽ അങ്ങ് ഇത് മക്കത്തുക്ക് വേണ്ട ധാന്യത്തുള്ള നിപ്പാട്ടി ഉണ്ടായെങ്കിൽ അതേപോലെ ഇങ്ങ പോണ്ട കച്ചവടത്തെ പിടിച്ചിട്ട് അവിടെ പോവാത്ത പോലാക്കി ഉണ്ടായെങ്കിൽ ഖുറൈശിമാർക്ക് വലിയൊരു നഷ്ടമായിട്ടേക്ക്. അപ്പൊ അത് കഴിച്ച് അങ്ങോട്ടേക്കുള്ള ബന്ധം നല്ല കാത്തു സൂക്ഷിച്ചു ഇന്നാർ ഖുറൈശിമാർ. അപ്പൊ അങ്ങനത്തെ ഒരു ഗോത്രമായിട്ടിക്കറി ബനു ഹനീഫ ഗോത്രം. ഈ ബനു ഹനീഫ ഗോത്രത്തെ ലീഡർ ആയിട്ടിക്കറി ആറ്? സുമാമ. അപ്പൊ യമാമല രാജാവായിട്ടിക്കറി ആള്. അങ്ങനെ യമാമല് ബനു ഹനീഫ ഗോത്രത്തിൽ ഓർക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമರ ಸಂದೇಶ ಕರ್ತಿ ತಿಂತು ಆರುಟ ಈ ಸುಮಾಮರ ಮುಟ್ಟ ಅಯಲ ಉಡ್ರ ರಾಜಾವಾയിട്ടിക്കറി. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമರ ಸಂದೇಶ എന്താക്കി തിന്തോർക്ക കർത്തി തിന്തു. അപ്പൊ ഈ യമാമര രാജാവ് സുമാമ എന്താക്കിയ ആ സന്ദേശ സ്വീകരിച്ചിട്ടില്ലാണ്ട് മാത്രമല്ല ആ സന്ദേശവാഹകരെ കൊന്നുവിട്ട. സുമാമ അയാൾ എന്താക്കിത്ത് ആ സന്ദേശവാഹകരെ കൊന്നുവിട്ടു. സന്ദേശവാഹകരെ കൊല്ലുകുത്തീറ, അംബാസഡർമാരെ കൊല്ലുകുത്തീറ. അത് ജനറൽ ആയിട്ടുള്ള ഒരു റൂൾസ് ആയി തിന്ത് മുന്നത്തെ കാലത്ത്. അത് വലിയൊരു അക്രമമായിട്ടിക്കർ. അപ്പൊ ഈ സുമാമ അങ്ങനെ കൊന്നു തിന്ന. അപ്പൊ ഇതിರ ഒരു അർത്ഥം ഇതിರ ഒരു ಎಂದ್ರೆ ಬದಲು ತೀರ್ಕೋಗೈಟ್ಟು ಮುಸ್ಲಿಮಿಂಗಳ ಮನಸ್ಸಲ್ಲಿ ಎಪ್ಪು ಮಿಂತು ಬನು ಹನೀಫ ಗೋತ್ರದವರೊಟ್ಟಿಗೆ ಎಂದ್ರೆ ಇಂತು ഇതിರ ഒരു ബദല് തീർക്കണു ചൊല്ലത് അങ്ങനെ മനസ്സിലിന്ത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಅದಕ್ಕೆ തക്കതായ ടൈമും എന്താക്കി ഇന്ത് കാത്തോ ഇന്ത്. അങ്ങനെ ഓർക്ക് എന്തായിട്ട് ചൊല്ലെങ്കിൽ ഹിജ്റ 6ാമത്തെ ഈ വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് ഇബ്നു മസ്ലമറോ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ കുർത്താ ചൊല്ല ഗോത്രത്തിക്ക് കടത്തു. കുർത്ത ബനു കുർത്ത ചൊല്ലേ ആ ರಾಯತೆ അങ്ങനെ ಅಟ್ಯಾಕ್ ಹಾಕೋಗೈಟ್ಟು ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ മുഹമ്മദ് ഇബ്നു മസ്ലമറെ നേതൃത്വത്തിലേക്ക് കൊറിയ സംഘത്തെ കടത്തറി. ഈ ബനു കുർത്താറങ്ങളൊട്ടിಗೆ കടത്തുകൊള്ള കാരണം അങ്ങ് ഇസ്ലാമരെ എന്താക്കി ഇന്നാറ് കൊല്ലുകും ആ സഹോദരങ്ങളെ കൊല്ലുകും ಎಲ್ಲ നിശ്വാസം വെറുതെയും ഒരു സമൂഹത്തെ ഉണ്ടാക്കില്ല, ഉപദ്രാക്കില്ല. അപ്പൊ ഇങ്ങനെ മുഹമ്മദ് ഇബ്നു മസ്ലമറെ നേതൃത്വത്തിൽ ബനു കുർത്താർ ഗോത്രത്തങ്ങളൊട്ടിಗೆ യുദ്ധാക്കുകയിട്ട് കടത്തിയപ്പ മുഹമ്മദ് ഇബ്നു മസ്ലമ ഇയാൾ കൊറിയ സൈന്യത്തെ പിടിച്ചോണ്ട് അവിടെ പോണ്ടു. അവിടെ പോയത് മുഹമ്മദ് ഇബ്നു മസ്ലമറങ്ങ ബന്നാറും ചൊಂತು ವಿಷಯ കിട്ടിയപ്പ മുസ്ലിമിങ്ങ ബന്നാറും ചൊಂತು ವಿಷಯ കിട്ടിയപ്പ ബനു കുർത്താറങ്ങ ഉള്ളതെല്ലാം വിട്ടിട്ട് അങ്ങ് ഓടിയാർ. അങ്ങനെ ഇതെല്ലാം ഓടിയാർ. അപ്പൊ അവിടെ മുസ്ലിമിങ്ങൾക്ക് വലിയ ഒരു ഗനീമത്ത് സ്വത്ത് കിട്ടിത്ത് അവിടെ ആടും ഒണ്ടമല്ല മുസ്ലിമിങ്ങൾ കിട്ടിട്ട് അങ്ങനെ റിട്ടേൺ മദീനത്തിക്ക് ബണ്ടാർ. ആ റിട്ടേൺ ബണ്ടേ ടൈമിലും മദീനത്തിക്ക് റിട്ടേൺ ബണ്ടേ ആ തെരുളു ഒരു സംഘ ആൾമാർ കിട്ടാർ. ഒരു എൽവോ സംഘ ആൾമാർ കിട്ടാർ. അപ്പൊ നിങ്ങൾ ആരും അന്വേഷിച്ചു നോക്കുമ്പോഴത്തേക്ക് അത് ബനു ഹനീഫ ഗോത്രത്തങ്ങയ്ക്കുന്നാണ്. ബനു ഹനീഫ ഗോത്രത്തങ്ങ ഞങ്ങൾ പാടെ ചെന്ന പോലെ സുമാമ ചൊല്ല ഈ രാജാവുല്ലേ സുമാമ ചൊല്ല ഈ രാജാവരെ ഗോത്ര ಐತಿಂತು. അപ്പൊ ഒരു സംഘ ആൾമാർ അവിടെ കിട്ടിയപ്പ ഇത് ബനു ഹനീഫറങ്ങ വിഷയ കിട്ടിയപ്പ അങ്ങ് ಗೊತ್ತಾಯಪ್ಪ മുസ്ലിമിങ് എന്താക്കിയാർ അങ്ങലും ബന്ദിയാക്കിയാർ.
ಇಂಗಳೊಟ್ಟಿಗೆ ಅವರು ಬದಲು ತೀರ್ಕೋಗಿಂತು ಅಪ್ಪ ಅದಕ್ಕೈತು ಮುಸ್ಲಿಮಿಂಗ ಆ ಬನು ಹನೀಫ ಗೋತ್ರത്തങ്ങളെ ಅವರು ബന്ദിയാക്കിയിട്ട് സീതാ മദീനത്തേക്ക് കുട്ടിയെ വന്ന ഇപ്പൊ ഈ സംഭവമുള്ള ചൊല്ലുമ്പോൾ ഞങ്ങളുടെ ഇടയിൽ മനസ്സിലാക്കുന്ന ഈ ഒരു വിഷയം എന്താ ചൊന്നെങ്കിൽ ഇപ്പൊ ചില ആൾമാർ വിചാരിക്കും എന്തൊക്കെ ഭാവം ഇങ്ങനെ അല്ലാക്കേ അങ്ങ് മാഫാക്കി കൊടുക്കാന്തല്ലേ ഇസ്ലാം കാരുണ്യത്തെ ദീനല്ലേ ഇസ്ലാം റഹ്മത്തിന്റെ ദീനല്ലേ അങ്ങനെ അർസ വെച്ച് നടക്കൂ തീരുമാനമുള്ള കുറെ ആൾമാരെല്ലാം അങ്ങനെ വിചാരിച്ചു കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത് ഒന്നാമത്തെ ഞങ്ങൾ മനസ്സിലാക്കൂല്ലേ രാഷ്ട്ര തമ്മിലുള്ളേ എന്തിട്ടിക്കര് യുദ്ധ ഇട്ടിക്കര് അല്ല ഒരു പരസ്പര വൈಯಕ್ತಿകപരമായിട്ടുള്ള വിഷയമല്ല രണ്ടാമത്തേത് ദീനുമായിട്ടുള്ള എന്തിനാ ബന്ധ ദീനുമായിട്ടുള്ള ഒരാളെ ദീനായിട്ട് ജീവിക്കുക കൂടാത്ത ഒരു രാജ്യത്തെ ദീനായിട്ട് ജീവിക്കുക കൂടാത്ത ഒരവസ്ഥ അപ്പൊ ಅದಕ್ಕೆ തടയവേണ്ടത് ഇട്ടിക്കര് ഇതെല്ലാം അപ്പൊ അതൊക്കെ ഇത്തിക്കറ് അവിടെ ഞങ്ങൾ മനസ്സിലാക്കൂല്ലേ മുസ്ലിമിങ് എന്താക്കാറ് അങ്ക് ഒന്നാമത്തേത് എത്രമാ കാല അങ്ങ എന്താക്കിനാറ് കഷ്ടബന്ത് ജീവിച്ചവർ കാല കഴിഞ്ഞു പേര് അതായത് വീക്കായ കാല എന്ത് മുസ്ലിമിങ് വൈഫായ കാല ആ ടൈമിൽ ശത്രുമാരെല്ലാം അടിച്ചതും കുത്തിയതും അങ്ങനെ കഷ്ട ಬಂದದಲ್ಲ ಕಾಲ തീർത്ത് ലാസ്റ്റ് മുസ്ലിമിങ് ഒരു ಅಂದ್ರೆ അങ്ങനെ ശക്തി കാട്ടണായ സന്ദർഭം ഇട്ടിക്കല് ഇത് അപ്പൊ ശക്തി കാട്ടറോടും ಬಗ್ಗೆ നടന്നിട്ടായെങ്കിൽ ബഗ്യಂക്ക് ജണ്ടു കുത്തി ಯಾರೋ ಚಂದ പോലെ അവിടെ എന്താ ಯಾರು ഇസ്ലാം കുഗ്രല്ലാണ്ട് ഇസ്ലാമുക്ക് അതൊരു അടി അല്ലാണ്ട് വേറെന്തോ അപ്പൊ അത് കഴിത്തിക്കല് ശക്തി കാട്ടറോട് എന്താക്കണം അവಳು ശക്തി കാട്ടണം അത് മാത്രമല്ല അടിമത്ത ചൊല്ലത് ഇസ്ലാം പൂർണ്ണമായിട്ട് എന്താക്കിയിട്ടില്ല വിരോധിച്ചിട്ടില്ല അടിമത്ത പൂർണ്ണമായിട്ട് നിരോധിക്കാണ്ടിരിക്കുകയും ഒരു കാരണമുണ്ട് ഇപ്പൊ കുറെ ആൾമാരല്ല അത്ര തമസാക്കാർ എന്ത് ഭാവ അടിമമാരെ പിടിച്ചു വെക്കില്ല എന്തിരേ അത് തീർവാ കല്ല് ഹറാമാക്കിയ പോലെ വ്യഭിചാര ഹറാമാക്കിയ പോലെ പൂർണ്ണമായിട്ട് അടിമത്വത്തെ എന്തേ ഹറാമാക്കിയിട്ടില്ല ചൊന്തു കുറെ ആൾമാർ ബൽക്ക പറയാറ് അതുക്കും എന്തുണ്ട് ഹിക്മത്തുണ്ട് അള്ളാഹ് ഒന്നാമത്തെ എന്താ മനസ്സിലാക്കൂല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിമിങ് അടിമമാറാക്കിയിട്ട് ബേക്കൂ അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ടീഷൻ വെച്ചില്ല ആരിനെ അടിമാക്കും ഒരു മുസ്ലിമിനെ അടിമാക്കുകയില്ല അല്ലെങ്കിൽ ഒരു സ്വതന്ത്രമായിട്ട് ജീവിക്കരെ കരാറിലുള്ള ഒരാളെ അടിമാക്കുകയില്ല പിന്നെ കാഫിറായ ആളേക്ക് അതും യുദ്ധത്തിൽ കിട്ടുന്ന കാഫിറായ ഒരാളെ അടിമയായിട്ട് ബേക്കുകയായിട്ട് ഇസ്ലാം കണ്ടീഷൻ വെച്ചിട്ട് അതും എന്തിനാ അങ്കും ഒരു ഹൈറേറ്റിക്ക് മുസ്ലിമിങ് അടിമയായിട്ട് ഒരാളെ വെച്ചിട്ടുണ്ടായി അത് ആർക്ക് ഹൈർ കാഫിറാക്ക് ഹൈർ കാരണം എത്രമാ ഇസ്ലാമിന്റെ ചരിത്രം എടുത്തു നോക്കിയിട്ടായെങ്കിൽ അടിമമാറായിട്ട് ബന്ധം എത്ര ആൾ മുസ്ലിമായ 90% ആൾമാർ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കണ്ടി അങ്ങ് മുസ്ലിമായിട്ട് എത്തിക്കുന്നത് റിട്ടേൺ കൊണ്ട് അല്ലേ എത്ര ഉദാഹരണം ഞങ്ങൾ മനസ്സിലാക്കി എതിക്കുമെന്നുള്ളതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിമമാരെ പിടിച്ചു വന്നപ്പോ സഹാബിരങ്ങളെ സ്വഭാവം നോക്കിയിട്ട് അങ്ങനെ ആ ഒരു വർത്തനെല്ലാം നോക്കിയിട്ട് അങ്ങ് ആകർഷണമായിട്ട് അങ്ങ് ഇസ്ലാം സ്വീകരിക്കുന്നത് ബനു മുസ്ലിം ഗോത്രത്തെ ഇടി എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചത് അല്ലേ ಇದಕ್ಕೆ ചരിത്ര ചൊന്നതേറ്റിക്ക് അപ്പൊ ഇങ്ങനെ ಅಂಕೆ ഒരു ഹൈറായതല്ലാണ്ട് ബാക്കി ഞങ്ങളെ പോലെ ഇണ്ട് ആൾമാറാക്കുന്ന പോലെ ഇണ്ടെന്തിരെ ഒരു യുദ്ധരെ ബന്ദിര ആൾമാരെ കിട്ടിയെങ്കിൽ ഒന്നങ്ങനെ കൊല്ലുരേ ഇല്ലെങ്കിൽ അങ്ങനെ ജയിലിൽ കിട്ടരെ ഇല്ലെങ്കിൽ അങ്ങനെ ക്രൂരമായിട്ട് പീഡിപ്പിക്കരെ ഇങ്ങനത്തെ ഉള്ള ഒരു അവസ്ഥക്കാണ് അതിന് മുസ്ലാം അത് പഠിപ്പാടിക്കില്ല ഒരാളെ അടിമായിട്ട് കിട്ടിയെങ്കും അങ്ങനൊട്ടിക്ക് നല്ല രീതിയിൽ വർത്തിക്കും അങ്ക് വേന്മായത് എത്തുപാട്ടി കൊടുക്കും അതേപോലെ ഒരു യജമാനക്ക് അടിമറൊട്ടിಗೆ എന്താക്ക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം ഒരു പെണ്ണിനെ പോലെ ഒരു സ്വന്തം പെണ്ണേരെ പോലെ കാണും അല്ലേ അതും അങ്ങനെ സ്വന്തം അടിമറൊട്ടിಗೆ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ചൊന്തുള്ളേ ആ ഒരു പെർമിഷൻ തന്നിരുന്നത് ആ അടിമത്ത മോചനം അടിമത്തം ഇല്ലാണ്ടാക്കുകയിട്ടിക്ക് കാരണം ഒരു യജമാന അടിമരെ പെണ്ണരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുണ്ടായെങ്കിൽ പിന്നെ അതിൽ പണ്ട് കിടാവാറ് കിടവയ്ത്ത് ഈ യജമാനര് കിടവയ്ത്ത് അപ്പൊ അതോട് കൂടിയിട്ട് ആ ഒരു പരമ്പര എന്താ ഒരു അടിമത്തത്തിൽ നിന്ന് സ്റ്റോപ്പ് ആവും അല്ലെ ആ കിടാവ് ബില്ലയിൽ പിന്നെ അത് യജമാനവും സ്വതന്ത്രമായിട്ടുള്ള ഒരു കിടാവും അപ്പൊ അവിടെ അടിമത്തം സ്റ്റോപ്പ് ആവും അപ്പൊ ഇത് എല്ലാ ഹിക്മത്ത് അതിലെ പെറോൾ ഉണ്ട് ചൊല്ലത് നാം മനസ്സിലാക്കും അത് മാത്രമല്ല യുദ്ധം നിലനിൽക്കുന്ന കാലത്തോളം അടിമത്തം ഉണ്ട് ചൊല്ലത് എത്തിക്കുന്ന ഇസ്ലാമിന്റെ നിലപാട് കാരണം ഇപ്പൊ ഇസ്ലാം അടിമത്തത്തെ പൂർണ്ണമായിട്ട് നിരോധിച്ചിട്ടുണ്ടായെങ്കിൽ അത് ഇസ്ലാമിൽ ഒരു പരാജയാവത്ത് എന്തത് ബാക്കിന്നെ റായത്തങ്ങ മുസ്ലിമീങ്ങളെ കൺട്രിക്ക് അറ്റാക്ക് ആക്കിയിട്ട് അങ്ങനെ ബന്ദിയാക്കി പിടിച്ചു പോകാൻ പറ്റുകൂ മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ ബന്ദിന് പിടിക്കുകയില്ല എന്ന് ചൊല്ലിങ്ങൾ അതെന്തായിട്ട് ഇസ്ലാമിൽ വലിയൊരു പരാജയമല്ലേ അത് കേട്ടിക്ക് പൂർണ്ണമായിട്ട് ഇസ്ലാം എന്താക്കിയിട്ടില്ല വിരോധിച്ചിട്ടില്ല യുദ്ധിക്കര കാലത്തോളം അടിമത്വം ഉണ്ട് ചൊല്ലത് എത്തിക്കുന്ന ഇസ്ലാമിന്റെ നിയമം ഇപ്പൊ ഇണ്ട് നമുക്ക് കാണ്ട് ഇസ്രായേലും ഫലസ്തീനിലും ആകുമ്പോഴത്തേക്കും ഫലസ്തീൻ്റെ ആൾമാർ ഇസ്രായേൽ ആൾമാരുടെ ബുടുമുണ്ടായും ഫലസ്തീൻ്റെ ആൾമാർ അവിടെ ബുടും അപ്പൊ ഈ മാത്രം ഇസ്രായേൽ ആൾമാരുടെ ബുഡ്രി അങ്ങനെ ഇട്ടിക്കറി എത്ര ആൾമാർ ഫലസ്തീൻ്റെ ബച്ചവായിട്ട് പണ്ടാറും അപ്പൊ നോക്കൂ ഇസ്ലാമരെ ആ അടിമത്തെ പൂർണ്ണമായിട്ട് നിരോധിച്ചിരെങ്കിൽ എന്താവത്ത് അവലത്ത് അപ്പൊ ಅದಕ್ಕೆ അതേപോലുള്ള ആ ഒരു ഹിക്മ ഉണ്ട് ചൊല്ലത് ഇട്ടിക്കറി ನಾವು മനസ്സിലാക്കൂല്ലേ അപ്പൊ ഏതായെങ്കിലും ഞങ്ങൾ ചൊന്നു വന്ന വിഷയ കൂടെ കുറെ ആൾമാരുടെ ആ മുഹമ്മദ് ഇബ്നു മസ്ലമയുടെ നേതൃത്വത്തിൽ ആ കുർത്താച്ചുള്ള ആൾമാരുടെ സമ്പത്തിനെ അങ്ങനെ ഗനിമത്ത് സ്വത്ത് എടുത്തുകൊണ്ട് ആ തെരലും കുറെ വിഭാഗം ആൾമാർ കിട്ടാറ്
അങ്ങ ബനു ഹനീഫ ഗോത്രത്തങ്ങാണ്ട് പിടിയായപ്പ അങ്ങനെ ചെയ്ത ബന്ദിയാക്കിട്ട് മദീനത്ത് കുട്ടിയുണ്ടാർ. ആ ബനു ഹനീഫ ഗോത്രത്തെ ഇങ്ങനെ പിടിച്ചിട്ട് കൊമ്പറമ്പത്തു മദീനത്ത് കുട്ടിയവറമ്പത്തു സഹാബിനക്ക് പിടിയില്ല. എന്തിരെ അതിൽ സുമാമ ഉണ്ട് ചൊല്ലത് സഹാബിനക്ക് പിടിയില്ല. ആ പിടിച്ചവന് ബന്ദിൽ ആറുണ്ടു സുമാമ ചൊല്ല അങ്ങനെ രാജാവു അതിലുണ്ടു. സഹാബിനക്ക് അത് പിടിയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ബന്ദിമാരെ നോക്കിയപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിനങ്ങൾ കേൾക്കര് ഈ കൂട്ടത്തിൽ ഇയാൾ ആറുണ്ട് നിങ്ങൾക്ക് പിടിയുണ്ടാകേക്കർ. സഹാബിനങ്ങൾ പിടില്ലാറ്. അപ്പൊ സഹാബിനങ്ങൾ ചൊല്ലാർ നബി ഞങ്ങൾക്ക് പിടിയില്ല, ഞങ്ങൾക്ക് ഒന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ഇതേ ಟಿಕ್ಕರು സുമാമ ഇങ്ങനെ രാജാവായി ಟಿಕ್ಕರ ഈ രാജാവായി ಟಿಕ್ಕರು നിങ്ങൾ ബന്ദിയാക്കി കൂട്ടുന്നേ അങ്ങ് ഷോക്ക് അവിടെ സാബിന ഒരു രാജാവിനെ ഞങ്ങൾ ബന്ദിയാക്കി കുട്ടിയെന്ന മാട്ട്. സോ ഞങ്ങൾ ഉദ്ദേശിക്കാണ്ട് പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതേ ಟಿಕ್ಕರು ഇയാൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു കൊടുത്തിട്ടാകുമ്പോഴത്തേക്ക് ಟಿಕ್ಕರು സഹാബിനക്ക് പിടിയവരെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുമാമർ മുട്ടകൊണ്ടു സുമാമർ എന്തൊരു വിഷയ അല്ല അന്വേഷിക്കರು, അതായത് സുഖ ദുഃഖ ಎಲ್ಲ അറിവ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിനൊട്ടിಗೆ ചൊല്ലರು ബന്ദിയാക്കി കുട്ടി എന്നറിയില്ല. അപ്പൊ സുമാമരെ പ്രത്യേകമായിട്ട് പല്ലിറുൽഗത്തെ ഒരു എന്തൊരു പില്ലർ, ആ പില്ലറിൽ ബന്ദിയാക്കുകയെത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിനോട് ചൊല്ലു. നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണമെങ്കിൽ അവിടെ വെച്ചിട്ട് സുമാമരെ കൊല്ലാന്ത് അല്ലേ. ഒന്നാമത്തേത് ഇങ്ങനെ സന്ദേശവാഹകരെ കൊന്നാൾ, രണ്ടാമത്തേത് മുസ്ലിംകൾക്ക് ആറ് ഉപദ്രാക്കിയാൽ, മൂന്നാമത്തേത് ആ ബനു ഹനീഫ ഗോത്രത്തെ വലിയ ലീഡർ ആയിട്ടുള്ള യമാമരെ രാജാവായിട്ടുള്ള ആളിലെ നബി കൊന്നുത്തോണ്ടു കുറേശ്യമാർക്ക് പിടിയായിട്ടായെങ്കിൽ പിന്നും യാർ ഇസ്സത്ത് യാറവിടെ അല്ലേ. ഇസ്ലാമിക യാറ ശക്തി വന്നു മാത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യത്തെ നബിയായ സബലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുമാമരെ ആ പല്ലിരെ അവിടെ ആ ഉൽഗത്തിലുള്ള ഒരു പില്ലറിൽ ബന്ദിയാക്കുകയും അത് മാത്രമല്ല സഹാബികൾ ചൊല്ലു സുമാമരൊട്ടിಗೆ നല്ല രീതിയിൽ നിങ്ങൾ വർത്തിക്കണം. ಒಂಟರ പാല് കറന്നിട്ട് നിങ്ങളെ കയ്യിൽ കറന്നിട്ട് നിങ്ങൾ കൊടുക്കണം. അതേപോലെ കറക്റ്റ് അതത് വക്തിക്ക് ഫുഡ് എത്തുമാട്ടി കൊടുക്കണം ചൊന്തിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾ ചൊല്ലു. അങ്ങനെ സഹാബിരങ് അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്ന പോലെമേ അങ്ങ് കറക്റ്റ് ഫുഡ് എത്തുമാട്ടി കൊടുക്കുന്നതും അതേപോലെ പാല് കുടിപ്പാട്ടുന്നതും എന്തൊരു ഉപദ്ര ഇല്ലാത്ത രൂപത്തിൽ ചന്തത്തെ രീതിയിലേക്ക് സഹാബിരങ്ങ സുമാമരെ നോക്കി. അങ്ങനെ ഒന്നാമത്തെ നാളേത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുമാമര മുട്ട പണ്ട് സുമാമര മുട്ട വന്ന് കേൾക്കുന്നത് മാ ഇൻദക യാ സുമാമ, സുമാമ നിന്റെ വിഷയം എന്തേ, അതായത് എന്തുകൊണ്ട് നിക്ക് ഇനി ഇപ്പൊ ചൊല്ലുക എന്തേ ഉണ്ടാണ്. അപ്പൊ സുമാമ ചൊല്ലു നബിരൊട്ടിಗೆ ഇന്ദി ഖൈറുൻ യാ മുഹമ്മദ്, മുഹമ്മദ് നല്ലൊട്ടിಗೆ നല്ലൊരു വിഷയ ചൊല്ലുകൊണ്ടു. എന്തത് ഇൻ തഖ്തുലനി തുഖ്തലു ദാദമി, നീ നന്റെ കൊന്നിട്ടായെങ്കിൽ നക്ക് ബദലായിട്ട് നന്റെ ഗോത്രത്തങ്ങ ಬಂತ എന്താಕ್ರ നിങ്ങൾ ഒരാളെ കൊല്ലുക. അപ്പൊ അത് നിങ്ങൾക്ക് ഒരു നഷ്ടൈത്തിക്ക് നന്റെ എതിരെ എന്തൊരു അങ്ങെന്താക്ರ പകി തീർക്കാർ, അത് നിങ്ങൾക്ക് ഒരു നഷ്ടൈത്തിക്ക്. അപ്പൊ അത് കഴിത്ത് വൈൻ തൻഅം തുൻഅം അലാ ഷാക്കിർ, നന്റെ നിങ്ങൾ വെറുതെ ಬಿಟ್ರಾറുണ്ടായെങ്കിൽ നിങ്ങൾക്ക് ನಾನು എന്താಕ್ರ നിങ്ങൾക്ക് ഒരു ശുക്ർ ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് വൈൻ കുൻത തുരീദുൽ മാൽ സമ്പത്ത് നിങ്ങൾ ഉദ്ദേശിക്കാറുണ്ടായെങ്കിൽ ഫസ് അൽ മിൻ മാ ഷിക്ത, എത്ര വേണം കേൾക്കൂ നാ തണ്ട. നീ നന്റെ ബുഡ്രണ്ടായെങ്കിൽ നിങ്ങൾക്ക് സമ്പത്ത് എത്ര നിങ്ങൾ ഉദ്ദേശിക്കാറോ അത്ര നാ തണ്ട. ನಾನು ഒരു രാജാവായിട്ടിക്കറ നന്റെ കൊന്നിട്ടായെങ്കിൽ നിങ്ങൾ കൂട്ടത്തിൽ ഒരാളെ കൊല്ലണമായിട്ട് പണ്ട് ബദലെടുക്കുക. അപ്പൊ ഇത് നല്ലൊരു കാര്യല്ലേ, നല്ലൊരു ഹൈറായ ഒരു വിഷയമല്ലേ ചൊന്തു സുമാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. ഞാൻ നബി എന്തും ഉണ്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സീതാ പോണു. പിത്യാണ്ട് പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിത്യാണ്ടും ഇതേപോലത്തെ ക്വസ്റ്റൻ എത്തിക്കറി കേക്ക് മാ ഇൻദക യാ സുമാമ, സുമാമ നിന്റെ അവസ്ഥ എന്തേ, നിന്റെ വിഷയം എന്തേ. അപ്പൊ സുമാമ ചൊല്ലു മാ ഖുൽതു ലക്, ഞാൻ എന്തൊരു ചൊന്നരെ അതുവേ നക്ക് ഇണ്ടും ചൊല്ലുള്ളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോണു. മൂന്നാമത്തെ നാൾ രണ്ടും നബി പണത്തി കേൾക്കറ് മാ ഇൻദക യാ സുമാമ, സുമാമ നിന്റെ വിഷയം എന്തേ, എന്തിനെ ചൊല്ലുണ്ട. അപ്പം സുമാമ ചൊല്ലുന്നത് മാ ഖുൽതു ലക്, നക്ക് വേറൊന്നും ചൊല്ലുകില്ല, നാ ചൊന്നതേ നക്കിപ്പം ചൊല്ലുകില്ലേ ചൊന്തു. മൂന്നാമത്തെ നാൾ രണ്ടും സുമാമ ചൊല്ലു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ വിളിക്കിത് ചൊല്ലു എന്തേ അത്തിരിക്കൂ സുമാമ, സുമാമരെ വിട്ടുവിടും കെട്ടുകിരിക്കൊരു പൂട്ടാണ്ട് ആളുകൾ. സഹാബികൾ ഷോക്കോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര ലീനായിട്ട് ഇത്ര സോഫ്റ്റ് ആയിട്ട് ഒരു വലിയ ഒരു ശത്രുവായിട്ടുള്ള ആളൊട്ടിಗೆ കാട്ടറേൻ. അത് മാത്രമല്ല സുമാമകും ഷോക്കായിട്ട് നന്റെ ബുട്ടമ്മ ഒരു പൈസ ഒരു നയാ പൈസ സമയത്ത് കേൾക്കാണ്ടെ ഒരു സമ്പത്തും കേൾക്കാണ്ടെ വെറുതെ നന്റെ ബുട്ടമ്മ അത് ആർക്കും ഷോക്കായിട്ട് സുമാമകും ഷോക്കായിട്ട്. കാരണം അന്നത്തെ കാലത്ത് ഒരു അടിമയായിട്ട് ഒരാൾ വലിയ ശത്രുവിടെ കിട്ടിയ വെറുതെ വിട്ടൊരു വിഷയ എന്തൊരു ആലോചന ആക്കുക സമയത്തെ സാധ്യമില്ലാത്ത ഒരു കാര്യമായിട്ട് മാത്ര 3 നാളുണ്ട് സുമാമരെ വെച്ചിട്ട് പിന്നെ 3 നാളിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുമാമരെ വിട്ടുവിടുകയായിട്ട് ചൊല്ലു. അങ്ങനെ സഹാബിരങ്ങ് കെട്ടിക്കിളിച്ചിട്ട് പോച്ചൊന്ന സുമാമ പോണ്ടിನ ನಡ್ಲು ಎಲ್ಲ ഇങ്ങനെ ആൽച്ചനാക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെ നിന്ത്, സഹാബിരങ്ങളുടെ സ്വഭാവം എങ്ങനെ നിന്ത്, അങ്ങനെ എങ്ങനെ നിങ്ങളൊട്ടിಗೆ വർത്തിച്ചേ. സഹാബിരങ്ങ ആ നബിരൊട്ടിಗೆ ഇസ്സത്ത് കാട്ടിയതും ഒരു രാജാവായിട്ട് ഒരു സെക്യൂരിറ്റിയും ഇല്ലാണ്ട് സാധാരണയായിട്ട് ജീവിച്ച ഒരു മുഹമ്മദ് ഒരാളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അണ്ടും വിഷയം പിടിയിട്ട്
ഇതെല്ലാം സുമാമര മനസ്സിൽ പരിവർത്തനം ഉണ്ടാക്കുക. അങ്ങനെ ആ പോണ്ടെ തെരുളു അവിടെ മുട്ടത്തിൽ ഒരു എന്തൊരു നദി കാണ്ട് ആ നദി കിഴിഞ്ഞിട്ട് കുളിച്ചിട്ട് അവിടെ പിന്നെ സീത മനസ്സിലാവും. അങ്ങനെ അവിടെ കുളിച്ചിട്ട് അവിടെ പിന്നെ സീത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട ಬಂತು சொல்ರು അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നക മുഹമ്മദു വഅന്നക റസൂലുള്ളാഹ്. നബിയെ അല്ലാഹു അല്ലാഹു ഒരു ഇലാഹ ഇല്ല ಅಂತ ನಾನು ಸಾಕ್ಷಿ வைக்கிறேன், നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടെന്ന് ನಾನು സാക്ഷി வைக்கிறேன் ചൊന്തു സുമാമ അവിടെ വെച്ചിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യമാണ്. അപ്പൊ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം കണ്ടിട്ട് സഹാബികളുടെ സ്വഭാവം കണ്ടിട്ട് ഇട്ടിക്ക് സുമാമ ഒരു ರಾಯತೆ ഒരു ರಾಜാവ് വലിയ ഒരു ശത്രു ഇസ്ലാം സ്വീകരിക്കുന്ന വിഷയ ನಾವು മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇട്ടിക്ക്. അതിൽ പിന്നെ സുമാമ നബിരൊട്ടിಗೆ ഒരു കാര്യം ചൊല്ലും ಅಂದ್ರೆ ವಲ್ಲಾಹಿ ಅಲ್ಲಾಹು ಇತ್ತಿಕ್ರ ಸತ್ಯ ಮಾ ಕಾನ ಅಲಲ್ ಅರ್ದಿ ವಜ್ಹುನ್ ಅಬ್ಗದ್ ಇಲಯ್ಯ ಮಿನ್ ವಜ್ಹಿಕ್. ಇತರ ತೋಲು ಈ ದುನಿಯಾವುಲು ಬೆಚ್ಚಿಟ್ಟು ಎಲ್ಲ ತಂತಿ ನಕ್ಕ ಅರ್ಸ ಇನ್ನ ಮುಗ ಅದು ನಿಂಗಲ ಮುಗ ಐತಿಂತು. ಫಕದ್ ಅಸ್ಬಹ ವಜ್ಹಕ ಅಹಬ್ಬುಲ್ ವುಜೂಹಿ ಇಲಯ್ಯ. ಇಪ್ಪ ನಕ್ಕ ದುನಿಯಾವುಲು ಬೆಚ್ಚಿಟ್ಟು ಎಲ್ಲ ತಂತಿ ಪಿರ್ಸತ್ತೆ ಮುಗ ನಿಂಗಲ ಮುಗ ಐತಿಕ್ರ ನಬಿಯೇ. അതേപോലെ വല്ലാഹി മാ കാന മിൻ ദീനി അബ്ഗദു ഇലയ്യ മിൻ ദീനിക്. ഇತರ ತೋಲು ದುನಿಯಾವುಲು ಬೆಚ್ಚಿಟ್ಟು ಎಲ್ಲ ತಂತಿ ಅರ್ಸತ್ತೆ ದೀನಿ ನಿಂಗಲ ದೀನಿ ಐತಿಂತು. فأصبح دينك أحب دين إلي. ഇപ്പ നക്ക് എല്ലാ tanti ಯಾರ ಪಿರ್ಸತ್ತೆ ದೀನ ಅದು ನಿಂಗಲ ದೀನ ಐತಿಕ್ರಿ, ಇಸ್ಲಾಂ ಐತಿಕ್ರಿ. والله ما كان من بلد أبغض إلي من بلدك. ದುನಿಯಾವುಲು ಬೆಚ್ಚಿಟ್ಟು ಎಲ್ಲ tanti ಅರ್ಸೆ ಇನ್ನೆ ರಾಯ ಅದು ಮದೀನ ಐತಿಂತು, ಈ ರಾಯ ಐತಿಂತು. فأصبح بلدك أحب البلاد إلي. ഇപ്പ നക്ക് എല്ലാ tanti ಯಾರ ಪಿರ್ಸತ್ತೆ ರಾಯ ಅದು ಈ ಮದೀന ചൊല്ല ರಾಯ ಐತಿಕ್ರಿ ചൊന്തു അവിടെ സുമാം എന്താക്രി ചൊല്ലത് ಐತಿക്രിക്കാൻ അല്ലേ. അതങ്ങനെ ഒരാൾ ഇസ്ലാമിനെ പർത്തിൽ നിന്നിട്ട് ഇസ്ലാമിനെ ശത്രുമാർ ചൊന്നതിങ്ങനെ കേൾക്കുന്നതക്ക ഇസ്ലാമിനൊട്ടിಗೆ അർസ ಯಾರമേ ബണ്ടി, അതേപോലെ മുസ്ലിമീങ്ങളൊട്ടിಗೆ ಯಾರമേ അർസ ബണ്ടി. മാത്രമല്ല ഒരാൾ ഇസ്ലാം സ്വീകരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഇസ്ലാമിനെ നക്ക് പഠിക്കണു അറിയണു ചൊന്ത് മുട്ട വന്നെങ്കിൽ ആ ഇസ്ലാമിനൊട്ടിಗೆ സ്വാഭാവികമായിട്ടും ഹുബ്ബ് ബണ്ട്, ആ അതിൽ പിർസ ബണ്ട്. അങ്ങനെ എത്ര എത്ര സംഭവം ഞങ്ങളുടെ ഇടയിലെ നമുക്ക് കാണാൻ സാധ്യത അല്ല. ഇസ്ലാമിനെ എതിർക്കുകയിട്ട് ഇസ്ലാമിനെ ദൂരകയിട്ട് ഇസ്ലാമിനെ തകർക്കുകയിട്ട് ഖുർആൻ ഓതിയങ്ങ അങ്ങനെ മുസ്ലിം ಅವ್ರದ್ದು പിന്നെ കാണ്ടി അല്ലേ. അപ്പൊ ഇതേ ടിക്കർ ഇസ്ലാമിലെ ഒരു മിറാക്കിൾ എന്ന് ചൊല്ലി നാം മനസ്സിലാക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ സുമാമരെ ಹಗ್ಗಾಕಿಟ್ಟಲ್ಲಿ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമാമഗ് ತೆಲ್ಲು ಅಂದ್ರೆ ಫುಡ್ ಕೊಡ್ಕೊರು ಚೊಂತು ಚೊನ್ನಪ್ಪ ಅವಡಲ್ಲಿ ಸಹಾಬಿರ ಎಂದಾಕ್ಯಾರ ಸುಮಾಮಗ್ ಸಾಧಾರಣ ಕೊಡ್ಕೊರು ಫುಡ್ ಎಂದಾಕ್ಯಾರ ಕೊಡ್ತಾರ. ಬಟ್ ಸುಮಾಮ ತೆಲ್ಲು ಫುಡ್ ಐತಿಕ್ರಿ ತಿನ್ನಡಿ. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുന്നോലു ചമ്മ ഫുഡ് തിന്റെ നാല് ഇസ്ലാം സ്വീകരിച്ചതോട് കൂടിയിട്ട് അവിടെ തെല്ല് ಐತಿಕ್ರಿ അയാൾ ഫുഡ് തിന്നടി. അപ്പൊ അതിലും സാഹബിരങ്ങ എന്തായാൽ ഷോക്കായ ഇത്രത്തോളം ഇത്ര ചമ്മ തിന്നോ ഇന്നാല് ഇപ്പ തെല്ല് തിന്നുക ഇതായമാണ്. അവിടെ എത്തിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പൽക്ക ചൊല്ലറി ഇന്നൽ മുഅ്മിന യഅകുലു ഫീ മിഅൻ വാഹിദ് വൽ കാഫിർ യഅകുലു ഫീ സബ്അതി അംആഇൻ. ഒരു മുഅ്മിന് എപ്പം ഒരു ബയർ മാത്ര തിന്നറി, കാഫിർ 7 ബയർ ಐತಿಕ್ರಿ തിന്നറി. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലറി ഒരു മുഅ്മിനായവന്റെ ഫുഡ് തെല്ല് മാത്രം ಐತಿಕ್ಕೊಂಡು കാഫിറിനെ ಐತಿಕ್ರ ബയർ നൊറച്ചിട്ട് തിന്നറി. ദുനിയാവുരൊട്ടിയുള്ള ആസലും ദുനിയാവുൽ മാത്രം മഗ്നായിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ അത് കാഫിർ കേട്ടിക്കും. മുഅ്മിനായ ആൾമാർ ഒരു ഫുഡുള്ള സമയത്ത് എന്താ കാട്ടാറ് അതാ ഇത് എന്താ വിരക്തി കാട്ടാറ് അല്ലേ. അപ്പൊ അത് ഞങ്ങളൊട്ടിಗೆ ആ സ്വഭാവം പറഞ്ഞു. ഇന്ന് ഞങ്ങളുടെ അവസ്ഥ എന്താ ഞങ്ങൾ ഉമ്മത്തിനെ ഉൾട്ടേ മുസ്ലിമീങ്ങളുടെ ಐತಿಕ್ರು ഫുഡ് എല്ലാ ഐറ്റമും ബണ്ടി, എല്ലാ ഐറ്റമും. ഇപ്പൊ ഇനി റമദാൻ തിങ്കൾ പറയത്ത് റമദാൻ തിങ്കളിൽ മഗ്രിബ് ആയാൽ പിന്നെ ബയർ മറിക്കരുതേ സോ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ കേട്ടിക്രിണ്ട് ആൾമാർക്കാണ്. മാത്രമല്ല ഇപ്പൊ എന്ത് ഫുഡ് തിന്നങ്ങളുടെ കേട്ടിക്രി ആരെ പിർസ ഓൻ നല്ല തിന്നറോണു ഓണ്ടി തങ്ങൾ കുട്ടിയെ പോയി ചുത്തു ഫുഡ് തിന്നാത്തങ്ങളൊന്നും വേണ്ട അങ്ങനത്തെ അവസ്ഥ കേട്ടിക്രി. അതേപോലെ അങ്ങനെ ഫുഡ് തിങ്ങനക്ക് നല്ല ഒരു ഇന്ദ്രമാ ഒരു ഇതുപോലെ ആക്കി കണ്ട ആണല്ലാവത്തീറ മുഅ്മിനീങ്ങ എപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന പോലെ 3 ഭാഗം അതിൽ ഒരു ഭാഗം ഫുഡും ഒരു ഭാഗം തന്നിക്കും ഒരു ഭാഗം കാത്ത് അല്ലേ. ഈ ഒരു സിസ്റ്റം ഞങ്ങൾ ഫോളോ ആക്കിയിട്ടായെങ്കിൽ മുസ്ലിം സമുദായത്തിൽ എത്രമാ രോഗ കൊരടിയാവാത്ത ಮಾತ್ರ ಎಂದ್ರಾಕ್ರಿ ಯಾರ ಮುಸ್ಲಿಮಿಗೆ ಹಾಸ್ಪಿಟಲ್ಗೂ അതേപോലെ രോഗിയായിട്ട് മുല്ലേ ചൊല്ലത് ഖേദകരമായ ഒരു വിഷയത്തേക്ക് ചൊല്ലാറ് ഫുഡ് മറന്ന് തിന്റെ പോലെ തിന്നണം, ഇല്ലാണ്ടായെങ്കിൽ മറന്ന് ഫുഡ് തിന്റെ പോലെ തിന്നണാവും അല്ലേ. അതൊരു നല്ലൊരു പൽക്കായിട്ടിരിക്കുന്നത്. ഞങ്ങൾ ഇപ്പം ഫുഡ് തെല്ല് മറന്ന് തിന്നണ പോലെ തെല്ലാക്കി തിന്നണം, ഇല്ലാണ്ടായെങ്കിൽ മറന്ന് ഫുഡ് തിന്നണ പോലെ തിന്നണാവും. അപ്പൊ അത് കഴിത്ത് ആ വിഷയമെല്ലാം ഞങ്ങൾ ജാഗ്രത ആക്കുന്ന ഒരു കാര്യത്തേക്ക് ഏതായെങ്കിലും അങ്ങനെ സുമാം എന്താക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിಗೆ പിന്നെ കേൾക്കുക ನಾನು ഉംറ കട്ട നബി ನಾನು ഉംറ ആക്കുകയിട്ടിക്കറ് മക്കത്തേക്ക് പോയോണ്ടിരുന്നു. അതിനിടയിലേറ്റിക്കറ് സഹാബിനെ തന്നെ പിടിച്ചിട്ട് ഇവിടെ കുട്ടിയെ വന്നത്. അപ്പൊ ആ ഉംറ ನಾನು പോയിട്ട് ആ കട്ട ചൊന്തു
കേൾക്കുക. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, ഓക്കെ ആ ഉംറ നിങ്ങ ആക്കുറു ചൊന്തു നബി എന്താക്കറ് സുമാമക്ക് പെർമിഷൻ കൊടുക്കും. അങ്ങനെ ഇത്തിക്കറ് സുമാമ പിന്നെ സീത മക്കത്തുക്ക് പോയിട്ട് ഉംറാക്കുற ടൈമിലും സാധാരണ മക്ക മുശ്രിക്കുമാർ ചൊല്ല തൽബിയത്തെ ഇട്ടിക്കറ് സുമാമ ഇതുക്കും എന്നുള്ള ചൊന്നു ഇന്ന് ലബൈക് അല്ലാഹുമ്മ ലബൈക് ലബൈക് ലാ ശരീക ലക ലബൈക് ഇന്നൽ ഹംദ ലബൈക് ലാ ശരീക ലക ലബൈക് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. ഇത് മക്ക മുശ്രിക്കുമാർ ചൊന്ന ഇന്ന തൽബിയത്ത്. അല്ലാഹുവേ നിക്കൊരു ശരീക്കില്ല, ഒരു ശരീക്കുണ്ടു, അത് നീ കൊടുത്ത താക്കത്തിലേറ്റിക്കറ അങ്ങനെ നമുക്ക് എല്ലാ സഹായമാക്കരെ. ഇണ്ട് ഞങ്ങളെ റായത്തെ ഖുറാഫിമാറും കുബൂരിമാറും സുന്നിമാറും ചൊന്ന് അറിയപ്പെട്ട ആൾമാർ എന്താക്കുறாரு അങ്ങ് சொல்றேன் അല്ലാഹുവേ എല്ലാ താക്കത്ത് അല്ലാഹു ഗൈത്തിക്കറ് സമദിയത്ത് അല്ലാഹു ഗൈത്തിക്കറ് അങ്ങ് എന്താക്കില്ല. ഷെയ്ഖ് മൊയ്തീൻ ഷെയ്ഖ് ആവട്ടു അല്ലെങ്കിൽ വേറെ ഔലിയാക്കന്മാർക്കും സമദിയത്ത് വെച്ച് കൊടുക്കില്ല. അള്ളാഹു കൊടുത്ത താക്കത്തിലേറ്റിക്കറ് അങ്ങ് കേൾക്കറി, അള്ളാഹു കൊടുത്ത കഴിവിലേറ്റിക്കറ് അങ്ങ് കേൾക്കറി. ഇതേ വിശ്വാസത്തിക്ക് മക്ക മുശ്രിക്മാർക്ക് ഞങ്ങളെ തൽബിയത്ത് മാത്രം പരിശോധിച്ചമ്മയോ ഇങ്ങ ലാ ഇലാഹ ഇല്ലല്ലാഹ് മക്ക മുശ്രിക്മാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നിട്ടില്ല, ഇങ്ങ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാറുണ്ട് മാത്രം. അത് മാത്രം വ്യത്യാസം, മാത്രം വിശ്വാസമല്ല ഒന്നേ. അള്ളാഹു കൊടുത്ത താക്കത്തിലേറ്റിക്കറ് ഞങ്ങൾ കേൾക്കറേ. അപ്പൊ ഇത് മക്ക മുശ്രിക്മാരെ തൽബിയത്തേക്ക്. അപ്പൊ ഇതേ ടിക്കറ് സുമാമ ചൊന്നു ഇന്നി മാത്ര ഈ ബട്ടൻ എന്താക്കിട്ട് സുമാമ വന്ന് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലാ ശരീക ലക ലാ ശരീക ലക. ഇത് 3 വട്ടം ലാസ്റ്റ് യാരനെ ജോർ ചൊന്തു. അപ്പൊ ഇത് അവിടെ അങ്ങ് കേട്ടിട്ട് എന്തായിട്ട് ഇതാറ് മുസ്ലിമായിട്ട് ബന്ധരേ ചൊന്തു. എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അവിടെ ഉള്ള ആൾമാർക്ക് എന്താക്കിട്ടില്ല, ഇത് ആറിട്ട് പിടിയിട്ടില്ല. അങ്ങ് വന്നാറ് സുമാമക്ക് പിടിച്ചാറ് അടിക്കവും നോക്കിയാർ, അടിച്ചിട്ട് കീഴിട്ടിട്ട് അടിക്കവും നോക്കിയപ്പോ കുറെ ആൾമാർ വന്നാറ് ബുടുപാട്ടിയാർ. വില നേതാക്കന്മാർ വന്ന് ബുടുപാട്ടിട്ട് സുമാമരെ വൈത്തിട്ട് ഇതാറ് നിങ്ങൾക്ക് പിടിയുണ്ട, ഇത് യമാമർ രാജാവ് സുമാമ എത്തിക്കറ്, ഇയാൾക്ക് നിങ്ങ അടിക്കോ പോയിരെ, ഇയാൾക്ക് നിങ്ങ ഇതാക്കോ പോയിരെ ചൊന്തു അങ്ങ അവിടെ ബുടുപാട്ടിയാർ. ബുടുപാട്ടിയുടെ വിഷയം എന്തേ ബനു ഹനീഫ ഗോത്രത്തെ ലീഡർ ഇട്ടിക്കറാറ് സുമാമ. നന്ന് പഠിച്ചെന്ന പോലെ കുറേശ്യമാർ ആ എത്ര ബനു ഹനീഫ ഗോത്രത്താളൊട്ടിಗೆ കണക്ഷൻ വെക്കുകൂ ബന്ധ വെക്കുകൂ ശ്രദ്ധിച്ചു ഇന്നങ്ങ അവിടെയോടും ബന്ധ തപ്പിത്തുണ്ടായെങ്കിൽ ഇങ്ങനെ അണ്ണ പോണ്ടു, ഇങ്ങനെ തിന്നരെ ഫുഡ് പോണ്ടു, ആ ധാന്യ ബന്ധം ഇന്നത് കട്ടവും. അതേപോലെ അവിടെ കച്ചവട സംഘത്ത് പോകൂ സാധ്യല്ല. അവിടെ സുമാമ മുസ്ലിം ആയിട്ടും എന്താക്കിട്ടില്ല, അടിക്കോ വിട്ടിട്ടില്ല, അടിക്കോ തീരാ സുമാമ ഇത് അവിടെ രാജാവായിട്ടിക്കറ് യമാമർ രാജാവായിട്ടിക്കറ് ചൊന്തു. അങ്ങനെ കുറെ ആൾമാർ എന്താക്കാറ് അങ്ങ് ദൂരാക്കി ബുടുപാട്ടിട്ട് തെളിതാക്കാറ്. മാത്രം സുമാമക്ക് ഇത് അർസവന്ത്. സുമാമ എന്താക്കിತ್ತು അവിടെ ഒരു പൽക്ക് ചൊന്തു, വല്ലാഹി അല്ലാഹു ಐತಿಕರ ಸತ್ಯ لا اعطيكم من اليمامه حبه حنطه حتى يؤذن لي رسول الله صلى الله عليه وسلم. ഇതിൽ പിന്നെ യമാമത്തെ ഒരു ധാന്യ സമയത്തെ ഇപ്പുറത്തേക്ക് നാ കടത്തില്ല. തോർത്തോളൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പെർമിഷൻ തന്നോടുത്തോളൂ. ഇനി യമാമരെ ഒരു ധാന്യം ഒരു ഫുഡ് വയ്ക്കും നാ ഇനി കടത്തില്ല ചൊന്തോടെ ശപഥാക്കിട്ട് ಐತಿಕರು അയാള് അവിടെ പോണ്ടി. അപ്പൊ കുറേശ്യമാർക്ക് വെച്ച് ഇതൊരു പൽക്കത്തിൽ അർസത്തെ ഒരു ഇതിൽ പോകേണ്ട കാണിട്ട് അങ്ങനെ ചൊല്ലർ കാണിട്ട് മാത്രമ യമാമത്തേക്ക് പോയാൽ പിന്നെ സുമാമ ആ പൽക്ക അതേപോലെ ഫോളോ ആക്ക്. പിന്നെ ഔട്ടിൽ പണ്ടതായി എല്ലാ ഫുഡിനും മക്കത്തേക്ക് പോകേണ്ടതായി എല്ലാ ഫുഡും അയാൾ തടയും. അങ്ങനെ തടഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് മക്ക മുശ്രിക്കുമാർക്ക് ഭയങ്കര കഷ്ടായിട്ട്, കുറേശ്യമാർക്ക് കഷ്ടായിട്ട്. ಅಂಕ್ ಅಂಗಲೆ ಫುಡ್ಲು ಕೊರಡಿ ಅವಸರೈತು. ಲಾಸ್ಟ್ಗೆ ಅಂಗ ಫುಡ್ ಇಲ್ಲ ಅಂತ ಕಷ್ಟ ಬರುವ ಸ್ಟಾರ್ಟ್ ಆಯ್ತು. ಫುಡ್ ಇಲ್ಲ ಅಂತ ಕಷ್ಟ ಬರೋ ಲಾಸ್ಟ್ ಪಿನ್ನ ಯಮಾಮರ ಸುಮಾಮರ ಮುಟ್ಟ പോയാറ് റിക്വസ്റ്റ് ആക്കിയാറ് സുമാമ എന്താക്കില്ല ഫുഡ് കടത്തില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെർമിഷൻ തന്നെ മാത്രമേ നിങ്ങൾക്ക് ആ ഫുഡ് എത്തുപട്ടെ. അങ്ങനെ പിന്നെ എന്താക്കുക ഖുറൈശിമാർ അബൂ സുഫിയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ಲೆಟರ್ ಎಳೆದ್ರು. ಆ ಲೆಟರ್ಲಿ ಉಲ್ಲೆಂದ್ರೆ ನಂಗೆ ಕುಟುಂಬ ಬಂದ, ನಂಗೆ അങ്ങനത്തെ ಬಂದ, ನಂಗೆ ഇങ്ങനത്തെ ಬಂದ, എപ്പ ನೆನ್ಪೋಡಿ അതേ കുടുംബ ബന്ധ മക്കത്തിൽ ആട്ടി ഒരുപാട്ടുമ്പോൾ നെനപ്പില്ല. അപ്പൊ കുടുംബ ബന്ധമുള്ള ബിയർച്ചിട്ട് അവിടെ സുമാമ നമുക്ക് എന്താക്കിയത് ഞങ്ങളെ ഫുഡെല്ലാം നിപ്പാട്ടി വെച്ചത് നിങ്ങൾ അത് പെർമിഷൻ കൊടുക്കും എങ്ങനെ ആക്കിട്ടായെങ്കിലും ചൊന്തു അബു സുഫിയാൻ ഒരു ലെറ്റർ എഴുതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലെറ്റർ കണ്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുമാമക്ക് ഒരു ലെറ്റർ എഴുതി. അങ്ങനെ കുത്തിയ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ധിക്കരിക്കറക്കും അവന്റെ അനുസരിക്കറക്കും ഒരേപോലെ റിസ്ക് കൊടുക്കണം എത്തിക്കണം. അങ്ങനെ സബുലു ആ റിസ്ക് ആ ധാന്യത്തെ നീ കൊടുത്തു ഇന്ന ഫുഡറെ നിപ്പാട്ടണ്ട, നീ അത് കണ്ടിന്യൂ ആക്കുന്ന എത്തിക്കറ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആൽച്ചന റഹ്മത്തുല്ലിൽ ആലമീൻ ലോകத்துக்கு காரணம் எத்திக்கறு ரசூல் ஸல்லல்லாஹு அலைஹி வஸல்லம் சொல்றதுக்கு ഇതിനാണ്ടി വലിയ ഉദാഹരണം വേറെ എന്തുണ്ട്? സുബ്ഹാനല്ലാഹ്. ഇതേ മക്കത്തെ ആൾമാർ 3 വർഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തും സഹാബികളും ഷഅബ് അബി ത്വാലിബ് ഗുഡ്ഡൽ വെച്ചിട്ട് ഫുഡില്ലാണ്ട് കഷ്ടപ്പെട്ടാട്ടിയതും പാവത്തെ ആ ഒരു എന്തെ മക്കല്ല ബുൽപുട്ടുകൊണ്ടിരുന്നത് അങ്ക് കാതുക്ക് കേട്ടിട്ടും അത് കേട്ടിട്ട് ചിരിച്ചു ഇന്നേ മക്ക മുശ്രിക്കുമാർ അല്ലേ. അതിന്റെ കാരണത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ അതേപോലെ അബൂ ത്വാലിബ്
മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಜನರ ಆಶ್ರಯ ಐತಿಂದಂಗ ಆ ಎಲ್ಲಾ ಕಾರಣಂ ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಎದುರು ನಿಂತು ಮಾತ್ರಲ್ಲ ಮಕ್ಕത്തിൽ ജീവിക്കുകവാണ്ടി അങ്ങ് ആ മക്ക വിട്ടു പറഞ്ഞിട്ട് ಬಂತು. ഇത്രല്ല ഉപ്പദ്ര ആക്കിയിട്ടും ഇനി തീർത്തില്ല. അങ്ങനെ അടിക്കുകയും എത്ര യുദ്ധാക്കിയ ഇതെന്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കാണ്ടെ മക്കത്തെ ആൾമാർ കഷ്ടപ്പെടുന്ന ഉള്ളാറ് ഫുഡില്ല అంటే കഷ്ടപ്പെടുന്ന ഉള്ളാറ് കേട്ടപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമാമരോട് ചൊല്ലും ഫുഡ് കറത്ത് സുബ്ഹാനല്ലാഹ്. ഇതിനെ വലിയ ഉദാഹരണം വേറെ എന്തും ഇത് ಗೊಂತಿಲ್ಲಾತಂಗ ಇಟ್ಟಿಕ್ರಾರು ಈ ರಹಮತ್ ಈ ಕಾರುಣ್ಯ ಗೊಂತಿಲ್ಲಾತಂಗ ಇಟ್ಟಿಕ್ರಾರು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ ಯುದ್ಧ ಬದಿರ ಆಳು ರಹಮತ್ತಿಲ್ಲಾತ ಆಳು ഇത്ര ആള് കൊന്ന ആളുണ്ടല്ല ചൊല്ലു ഈ റഹ്മത്ത് ചൊല്ലുறாங்க ഈ റഹ്മത്തിന് വിഷയം അറിയാங்க ആരുമില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്ത് ഊടെ നമുക്ക് എടുത്ത് കാണ്ട് ചൊല്ലതേ തിക്കറ് നാം മനസ്സിലാക്കൂ. ഏതായാലും അപ്പൊ ഇതേ തിക്കറ് ഹിജ്റ 6ാമത്തെ വർഷത്തിൽ സുമാമര ഇസ്ലാം സ്വീകരണവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് മനസ്സിലാക്കുക സാധ്യം. അതിൽ പിന്നെ ഹിജ്റ 6ാമത്തെ വർഷത്തിലെ റമളാൻ തിങ്കളിൽ സ്വലാത്തുൽ ഇസ്തിസ്ഖാ എന്തിനാവും അവിടെ നടക്കരുത്. സ്വലാത്തുൽ ഇസ്തിസ്ഖാ ചൊല്ലുന്നതിന് മലക്ക് വേണ്ടിട്ടുള്ള നിസ്കാരം. അതായത് ಆ ഹിജ്റ 6ാമത്തെ വർഷത്തിൽ തെല്ല് ടൈം മല മറാണ്ടൈറ്റ് ಬರಗಾಲೈತು ಮುಸ್ಲಿಮೀಗ ಕಷ್ಟ ಬಂದಾರ ಮಧ್ಯಂತಲ್ ಅಪ್ಪ ರಸೂಲ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ മുസ്ലിമീങ്ങളെല്ലാവരും മുട്ടിയെ കൂട്ടിയിട്ട് ഒരു മൈതാനത്ത് കുട്ടിയെ പോയിട്ട് അവിടെ എന്താ മലക്ക് വേണ്ടിയിട്ടുള്ള നിസ്കാരത്തെ എങ്ങനെ നിസ്കരിക്കേ ചൊല്ലുന്നത് നബി അവിടെ കാട്ടിക്കൊടുക്കുക. അങ്ങനെ നിസ്കരിക്കാറാണ്. ആ നിസ്കാരായൻകമേ ആകാശത്തിൽ മൂടവണ്ട് മലപണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുസിയാവും സഹാബിനെ ചൊല്ലാറ് നബിയുടെ പല്ല് കാണ്ട പോലെ നബി ചിരിച്ചിട്ട് ആ കുസിയിൽ. അപ്പൊ ഇത് ഹിജ്റ 6ാമത്തെ വർഷത്തെ റമളാൻ തിങ്കളിൽ തിക്കറ് നടക്കരുത്. അങ്ങനെ ഇതേ ഹിജ്റ 6ാമത്തെ വർഷത്തിൽ ലാസ്റ്റ് കയറ്റിക്കറ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കിനാവ് കാണ്ട് ഉംറത്തുക്ക് പോകേണ്ട കിനാവ്. അപ്പൊ ആ കിനാവിന്റെ അടിസ്ഥാനത്തിലേറ്റിക്കറ് നബി പിത്യാൻ എന്താക്കറ് ನಾನು ഉംറത്തുക്ക് പോകേണ്ട ചൊന്തു സഹാബിനെ ഒട്ടിಗೆ ഘോഷണാക്കറ് സഹാബിനെ നബി ഉംറത്ത് പോകേണ്ടവ. അപ്പൊ ഞങ്ങളെല്ലാവരും റെഡി ആവും ചൊന്തു എല്ലാവരും റെഡി ആയിട്ട് ಬಂದು. കാരണം മക്കത്തെ വിട്ടിട്ടാൽ പിന്നെ റിട്ടേൺ മക്കത്തേക്ക് പോകേണ്ട ഒരു ചാൻസ് എത്തിക്കരുത്. അവിടെയുള്ള കുടുംബത്തങ്ങളെ കാണുകയും അതേപോലെ സ്വന്തം റായത്തിൽ ഒരുത്തല് പോയിട്ട് അവിടെ നിൽക്കുകയും അതേപോലെ ഉംറാക്കുകയും നല്ല ചാൻസ് ചൊന്തു എല്ലാ സഹാബിനും അവിടെ എന്താ പർത്തോടാറ്. ആ പർത്താവുന്നതും അതിൽ പിന്നെ ഹുദൈബിയ ചൊല്ല ജാഗ എത്തിയപ്പ മക്ക മുശ്രിക്കുമാർ തടയരുതും അവിടെ ഹുദൈബിയ സന്ധി നടക്കുന്നതല്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കി വെക്കാനായ ഒരു ചരിത്ര ഇട്ടിക്കറ്. ആ സന്ധി ആ കരാർ ലംഘിച്ച കാരണത്തിലേക്ക് പിന്നെ ഹിജ്റ 8ാമത്തെ വർഷത്തിൽ സീതമൈത്ത് മക്കത്തെ എട്ടാക്കിത്ത മക്ക ഫത്ത് നടക്കരേ ചൊല്ലത് നാം മനസ്സിലാക്കുന്നു. ഇൻഷാ അല്ലാഹ് അതല്ല നമുക്ക് റമളാൻ തീന്നേൽ പിന്നെ അല്ലെ ഇനി ഞങ്ങൾ ഇൻഷാ അല്ലാഹ് റമളാൻ തീന്നേൽ പിന്നെ ഞങ്ങൾ ക്ലാസ് കണ്ടിന്യൂ ആവും. അല്ലാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവന ചരിത്രത്തെ കൃത്യമായിട്ട് പഠിക്കുകയും അതിൽ കിട്ടുന്നതായ പാഠത്തെ ഉൾക്കൊള്ളുകയും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.